ഇപ്പോഴിതാ ഈ നമ്മുടെ പല കമ്മിറ്റികളായി അധ്യാപക സംഘടനകളും ഒപ്പം തന്നെ മറ്റ് സംഘടനകളും ചേർന്നാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അങ്ങനെ പല കമ്മിറ്റികളുടെ കൺവീനർമാരൊക്കെയാണ് നമുക്കൊപ്പം ഉള്ളത്. അവരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അധ്യാപകരാണ്, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? ഏത് കമ്മിറ്റിയുടെ കൺവീനറാണ്? SCRT ഡയറക്ടറാണ്. മൊത്തത്തിൽ എല്ലാ ഒരുക്കങ്ങളും വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ ഒരു കലോത്സവമാണ് തിരുവനന്തപുരത്തുള്ളത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ ആവേശത്തോടുകൂടി തിരുവനന്തപുരം വർഷങ്ങൾക്ക് ശേഷം ഈ കലോത്സവത്തെ വരവേൽക്കുന്നു എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് കുറേ കാലമായി ജീവിക്കുന്ന ആളാണ്. ഈ ആഘോഷങ്ങളൊക്കെ തിരുവനന്തപുരംകാർ ഏറ്റെടുക്കുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. വലിയ ആരവത്തോടെ അവർ ഏറ്റെടുക്കുകയാണ്. ഒരു ലൈറ്റ് ഇട്ടാൽ പോലും ആളുകൾ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ആളുകളുടെ തിരക്ക് എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഗംഭീരമായാണ്. തിരുവനന്തപുരം ജില്ല ആകെ ഒഴുകി വരുന്ന തരത്തിലാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ന് വിദ്യാലയങ്ങൾ അവധിയായിട്ട് പോലും ധാരാളം കുട്ടികൾ, ടീച്ചേഴ്സ് തുടങ്ങി പൊതു സൊസൈറ്റി സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെ ഒരു പരിച്ഛേദം ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. അത്രയ്ക്ക് സ്വീകാര്യതയാണ് ഈ 63ാം സ്കൂൾ കലോത്സവത്തിന് കിട്ടിയിട്ടുള്ളത്.